ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ടയുടെ ആക്റ്റീവ വണ്ടി, ആക്റ്റീവ 4G ആണ്. അത് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ്, സെൽഫ് സ്റ്റാർട്ടാവാത്തൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കണ സമയത്ത് നമുക്ക് വണ്ടിയിൽ ഇരിക്കുന്ന ബാറ്ററി 2023 അതിൻ്റെ മോഡൽ തന്നെ കേട്ടോ. ജസ്റ്റ് നോക്കുമ്പോൾ അറിയാം. ഈ ബാറ്ററിമേ തന്നെ അതിൻ്റെ ഈ ലാസ്റ്റ് കാണുന്നത് 2023 മെൻഷൻ ചെയ്തതാണ്. 4 ആമ്പിയർ ബാറ്ററിയാണ്. അപ്പോൾ നമ്മളത് ബാറ്ററി ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഫസ്റ്റ് നമ്മളതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വോൾട്ട് കാണിക്കുമ്പോൾ 12.12 ആ റേഞ്ചിലാണ്. വോൾട്ട് കുറവ് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്, കംപ്ലയിൻസിൻ്റെ ബാറ്ററിയുടെ കറക്റ്റ് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബാറ്ററി ഡാമേജ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ 2023 മോഡൽ ബാറ്ററിയാണ്, അതായത് പുതിയ വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. പക്ഷേ വോൾട്ട് ഒരു അല്പം കുറവാണ്. അപ്പോൾ നമ്മളൊന്ന് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം നമ്മളൊന്നും കൂടി വീണ്ടും ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓക്കെ ആയിട്ട് വന്നാൽ മാത്രമാണ് ബാറ്ററി നല്ല ബാറ്ററി എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി ഓൾറെഡി വാറണ്ടിയിലേക്ക് വിടാം, മാറ്റി മേടിക്കാം. അപ്പോൾ ഈ ബാറ്ററി അങ്ങനെ വരാനായിട്ടുള്ളൊരു റീസൺ ഉണ്ട്. ഞാനപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് വണ്ടിയുമേ വേറൊരു ബാറ്ററി വെച്ചായിരുന്നു. വേറൊരു ചാർജുള്ളൊരു ബാറ്ററി തൽക്കാലത്തേക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. ചെക്ക് ചെയ്തിട്ട് നമ്മളതിൻ്റെ വോൾട്ട് കാര്യങ്ങൾ നോക്കുമ്പോൾ അതിനകത്ത് ഇതിപ്പോൾ അത്യാവശ്യം 13.27 വോൾട്ടുള്ള ബാറ്ററിയാണ്. ഇത് നമ്മൾ സ്പെയർ വെച്ചാണ് ബാറ്ററി ഉണ്ടോ, നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്ന ബാറ്ററി താഴെ ഇരിക്കുന്ന ബാറ്ററിയാണ്. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാണ്. 13.27 കാണിക്കുന്നുണ്ട്. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ 14.5 വരെ, അതായത് 14.50 ആ റേഞ്ചിലൊക്കെ നമുക്ക് വോൾട്ട് വണ്ടിയിൽ നിന്ന് കയറണം. അപ്പോഴാണ് ശരിക്കും ആ ചാർജിങ് ഫംഗ്ഷൻ കറക്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടിയിൽ നിന്ന് ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്നുണ്ടോ എന്നുള്ള കേസ് ഒന്ന് നോക്കാണ്. അതിൻ്റെ 14.5 വരെയാണ് നമുക്ക് വരാൻ പാടുള്ളൂ. അപ്പോൾ ഇതിനൊരു കംപ്ലയിൻ്റ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി എൻജിൻ റേസ് ചെയ്യാണ്. അപ്പോൾ 14.5 മുകളിലേക്ക് പോവാണ്. 16.78 17 ആ റേഞ്ചിലൊക്കെ വരാണ്. അപ്പോൾ ശരിക്കും സംഭവിച്ചേക്കണ കേസ് എന്താണെന്ന് വെച്ചാൽ ബാറ്ററിയിലേക്ക് വണ്ടിയിൽ നിന്ന് കയറുന്നത് ഓവർ ചാർജ് ആയിട്ടാണ് കയറുന്നത്. അത് ഓവർ ചാർജ് കാരണം ഓൾറെഡി ബാറ്ററി ഡാമേജ് ആയിട്ടുണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ബാറ്ററി ഓവർ ചാർജ് ആയിക്കഴിഞ്ഞാൽ ബാറ്ററി വീർത്ത് ഡാമേജ് ആയി പോകും. അത് സ്വാഭാവികമായിട്ടും വന്ന കംപ്ലയിൻ്റാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന റെക്ടിഫയർ യൂണിറ്റാണ്. റെക്ടിഫയർ യൂണിറ്റ് കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് ആ പ്രോബ്ലം വന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ നമുക്ക് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ പുതിയ റെക്ടിഫയർ യൂണിറ്റാണ്. ഇതൊന്ന് കണക്ട് ചെയ്ത് റെക്ടിഫയർ യൂണിറ്റ് പുതിയത് കണക്ട് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആ വോൾട്ടിലേക്ക് കാണിക്കും. അതിൻ്റെ റേറ്റ് വരാമെന്ന് പറഞ്ഞാൽ നമുക്ക് 776 രൂപയാണ് നമുക്കതിൻ്റെ കോസ്റ്റ് വരാം. എമൗണ്ട് വന്നത് 776 രൂപയാണ്. അപ്പോൾ ഞാൻ പുതിയ റെക്ടിഫയർ യൂണിറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബാറ്ററിയുടെ വോൾട്ട് ചെക്ക് ചെയ്ത് 13.5 റേഞ്ചിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടി എൻജിൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വണ്ടി റേസ് ചെയ്യുമ്പോഴത്തേക്കും 14.5 വോൾട്ടിലാണ് വന്നേക്കണം. ശരിക്കും 14.5 വോൾട്ടാണ് പാടുള്ളൂ. അതിനകത്തേക്ക് കൂടുതൽ വരുമ്പോഴത്തേക്കും ബാറ്ററി ഓവർ ചാർജിങ്ങിലേക്ക് കാണിക്കാം. അപ്പോൾ ശരിക്കും ഈ യൂണിറ്റ് മാറ്റിയതിന് ശേഷം വേണം നമുക്കിപ്പോൾ നമ്മുടെ ബാറ്ററി നിലവിലുള്ളതൊന്ന് ഫുൾ ചാർജ് ചെയ്തിട്ട് ഒന്നുകൂടി ടെസ്റ്റ് അടിച്ച് നോക്കാം. ഇനിയിപ്പോൾ കംപ്ലയിൻ്റ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാറ്റേണ്ടി വരും. അത് മാത്രം മാറ്റിയിട്ട് കാര്യമില്ല. ഈ റെക്ടിഫയർ യൂണിറ്റ് മാറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ബാറ്ററി മേടിച്ച് വെച്ചാലും അത് നിൽക്കില്ല. അതാണ് അതിൻ്റെ കണ്ടീഷൻ കേട്ടോ. പിന്നെ അതേപോലെ ഫ്രണ്ട് ബുഷ് സെറ്റിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്കാൻ വേണ്ടി ഉള്ളിൽ തന്നെ കോളർ ബുഷ് കംപ്ലയിൻ്റ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് അഴിച്ചിട്ട് അതിൻ്റെ ബുഷ് സെറ്റ് മാറ്റി റീസെറ്റ് ചെയ്താൽ മതി. എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യണേഴ്സ് പറഞ്ഞായിരുന്നു. പക്ഷേ നമുക്ക് അതിനകത്ത് ഉള്ള ഓയിൽ നല്ല ഓയിലാണ്, കംപ്ലയിൻ്റ് ആയിട്ട് തോന്നണില്ല കേട്ടോ. അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ നമുക്ക് ഏകദേശം പ്രതീക്ഷിക്കുന്ന ചിലവ് എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.